കല്യാണത്തിന് മുമ്പും പ്രവാസ ജീവിതത്തിലേക്ക് തിരിച്ചു പോകുന്നതിന് മുമ്പുമൊക്കെ യുവാക്കളുടെ തനിനിറം തിരിച്ചറിയാൻ സാധിച്ചത് നന്നായി. നമസ്കാരം. കഴിഞ്ഞ ദിവസം രാത്രി 8 മണിയോടുകൂടി കാസർഗോഡ് ജില്ലയിലെ ബേക്കലം പോലീസ് സ്റ്റേഷൻ പരിധിയിലെ കോട്ടിക്കുളത്തെ 3 വീടുകളിലും താഴെ കളനാട്ടെ ഒരു വീട്ടിലും നിലവിളിയാണ്. നിലവിളി എന്ന് പറഞ്ഞാൽ വീട്ടിലെ ഒരു അംഗം മരണപ്പെട്ടു പോയാൽ ഉയരുന്ന ഒരു നിലവിളി. ഉമ്മമാർ പൊട്ടിക്കരയുന്നു. പിതാവ് ആരെ വിളിക്കണമെന്നറിയാതെ നെട്ടോട്ടമോടുന്നു. സംഭവം എന്താണെന്ന് കേട്ടോളൂ. പാലക്കുന്നിൽ MDMയുമായി പിടിയിലായ 4 അംഗ സംഘത്തിനെതിരെ പോലീസ് NDPS ആക്ട് പ്രകാരം കേസെടുത്തു. ഇന്നലെ രാത്രി പാലക്കുന്ന് ടൗണിൽ പോലീസ് പരിശോധന നടത്തി വരികെ കാറിൽ രക്ഷപ്പെടാൻ ശ്രമിച്ച സംഘത്തെ പോലീസ് വാഹനം പുറകെ നിർത്തിയാണ് പിടികൂടിയത്. പ്രതികളെ പോലീസ് പിടിച്ചത് അതിസാഹസികമായിട്ടാണ്. പൊതുജനങ്ങൾക്ക് അപകടം വരെ സംഭവിക്കാവുന്ന രീതിയിലാണ് ഇവർ വാഹനം ഓടിച്ച് രക്ഷപ്പെടാൻ ശ്രമിച്ചതെന്ന് ചില ദൃക്സാക്ഷികൾ പറയുന്നു. സംഭവത്തിൽ കോട്ടിക്കുളം ബൈത്തുൽ മുത്തബയിലെ അബ്ദുള്ളയുടെ മകൻ 24 വയസ്സുള്ള ഇത്തിഷാം, മുഹമ്മദ് കുഞ്ഞിയുടെ മകൻ 22 വയസ്സുള്ള മുനവ്വിർ, ചിത്താരി കാരാക്കുന്ന് മൂക്കോട് AK ഹൗസിലെ മൊയ്തുവിൻ്റെ മകൻ 27 വയസ്സുള്ള AK ഷറഫുദ്ദീൻ, കോട്ടിക്കുളം റെയിൽവേ സ്റ്റേഷൻ സമീപത്തെ AK അഷ്റഫിൻ്റെ മകൻ MA മുഹമ്മദ് ആരിഫ് എന്നിവരെയാണ് MDMയുമായി പോലീസ് പിടികൂടിയത്. കാറിൽ നിന്നും 0.95 ഗ്രാം MDMയാണ് പോലീസ് കണ്ടെടുത്തത്. ഇവർ സഞ്ചരിച്ച KL 14 Z3535 രജിസ്ട്രേഷൻ നമ്പറുള്ള കാറും പോലീസ് പിടിച്ചെടുത്തിട്ടുണ്ട്. യുവാക്കളെ മയക്കുമരുന്നുമായി പിടികൂടിയ വിവരം അറിഞ്ഞ് സംഭവ സ്ഥലത്ത് ഒരുപാട് നാട്ടുകാർ തടിച്ചുകൂടിയിരുന്നു. പ്രതികളിൽ ഒരാൾ ഇന്ന് രാവിലെ ദുബായിലേക്ക് തിരിച്ചു പോകാൻ ടിക്കറ്റൊക്കെ എടുത്ത് റെഡിയായി നിൽക്കുകയായിരുന്നു. മാത്രമല്ല പല യുവാക്കളുടെയും കല്യാണാലോചന സജീവമായി നടക്കുന്ന സമയം കൂടിയാണ്. എന്തായാലും കല്യാണത്തിന് മുമ്പും പ്രവാസ ജീവിതത്തിലേക്ക് തിരിച്ചു പോകുന്നതിന് മുമ്പുമൊക്കെ യുവാക്കളുടെ തനിനിറം തിരിച്ചറിയാൻ സാധിച്ചത് നന്നായി. അതല്ലെങ്കിൽ ഇവരുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന പെൺകുട്ടികളുടെ ജീവിത സാഹചര്യമോർത്ത് ഞെട്ടൽ മാത്രമാണ് ഉണ്ടാകുന്നത്. അതുമാത്രമല്ല, ഗൾഫ് രാജ്യങ്ങളിൽ നിന്നാണ് മയക്കുമരുന്നുമായി പിടികൂടിയതെങ്കിൽ ഒരു 15 വർഷത്തേക്ക് നാട്ടിലേക്ക് തിരിച്ചു വരാൻ സാധിക്കുമെന്ന പ്രതീക്ഷയും വേണ്ടായിരുന്നു. പലരുടെയും ഉമ്മമാർ നിലവിളിക്കുകയാണെന്ന് ഞാൻ ആദ്യം പറഞ്ഞു. നിലവിളിച്ചത് കൊണ്ട് കാര്യമില്ല. മയക്കുമരുന്ന് ഉപയോഗിക്കുന്നുണ്ടെന്ന് തിരിച്ചറിഞ്ഞ ദിവസം ലഹരി വിമുക്ത കേന്ദ്രത്തിൽ എത്തിച്ചിരുന്നെങ്കിൽ ഇന്ന് നിലവിളിക്കേണ്ട സാഹചര്യം വരില്ലായിരുന്നു. എൻ്റെ മോൻ്റെ കാര്യം നാട്ടുകാർ അറിയരുത്, വീട്ടുകാരറിയരുത്, ബന്ധുക്കൾ അറിയരുത്, എല്ലാം രഹസ്യമായി വെക്കണമെന്ന നിങ്ങളുടെ ബുദ്ധിയില്ലായ്മയാണ് ഇന്ന് ലോകമൊട്ടാകെ നിങ്ങളുടെ മക്കളുടെ ഫോട്ടോ പ്രതികളായി പോലീസ് പിടികൂടിയത് പ്രചരിക്കുന്നത്. ശരിയായ സമയത്ത് ശരിയായ ചികിത്സ, അത് മാത്രമാണ് മയക്കുമരുന്നിന് പ്രതിവിധി. അതല്ലാതെ നൂല് കെട്ടിയത് കൊണ്ടോ ഉറുക്കെഴുതിയത് കൊണ്ടോ പാത്രത്തിൽ പിഞ്ഞാണം എഴുതിയത് കൊണ്ടോ നിലവിളിച്ചത് കൊണ്ടോ കാര്യമില്ല. അതേസമയം കളനാട്ടെ മറ്റൊരു യുവാവ് പോലീസിന്റെ സാന്നിധ്യം തിരിച്ചറിഞ്ഞ് രക്ഷപ്പെട്ടിട്ടുണ്ട്. ഇയാളുടെ വാഹനം കസ്റ്റഡിയിലാണെന്നാണ് സൂചന. പ്രതികളുമായി ബന്ധമുള്ളവരുടെ ലിസ്റ്റ് പോലീസ് തയ്യാറാക്കിയിട്ടുണ്ട്. ഇത്തരക്കാരിൽ പലരും പോലീസിന്റെ നിരീക്ഷണ വലയത്തിൽ തന്നെയാണ്. ഫോണിൽ നിന്നും ലഭിച്ച ചില വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ ചില കുടുംബാംഗങ്ങൾക്ക് പോലീസ് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. വീണ്ടും പറയുകയാണ്, മയക്കുമരുന്നിന് പ്രതിവിധി ചികിത്സ മാത്രമാണ്. ഓർത്താൽ നല്ലത്, അത് മാത്രമാണ് ശരി. നന്ദി, നമസ്കാരം.